ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമല്ല, കുറച്ച് വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മൻ്റെ അനിയത്തിൻ്റെ കേട്ടോ പാണ്ടിക്കാട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഉച്ചയ്ക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഉമ്മാൻ്റെ കൂടെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അച്ഛന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അവൾ വിട്ട് വന്നിട്ട് ഉച്ചയ്ക്കാണ് പോണത്. അപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പ് പോയി നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പെരിന്തൽമണ്ണക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയിട്ടാണ് കേട്ടോ പോണത്. ഈ നട്ടുച്ച വെയിലത്തൊക്കെ ബസ്സിൽ പോണതും ഓട്ടോയിൽ പോണതും ഒക്കെ എന്ത് വണ്ടിയിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് കാറിൽ പോവുകയാണെങ്കിൽ പോലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള യാത്രയുണ്ടോ. അത്രക്കും വെയിലാണ് കേട്ടോ ഉച്ചക്കൊക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാണ്ടിക്കാട് കഴിഞ്ഞ് ഒറോമ്പുറത്താണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ എത്താനാവുമ്പോൾ പിന്നെ ഇമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ, പോന്നില്ലേ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോറുന്നാനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, കാരണം അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോറൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോരുകയാണ്. അപ്പോൾ മോനൊക്കെ ഓടി പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാനിരിക്കണ്ട. അപ്പോൾ നല്ല അടിപൊളി തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടവും ഉള്ളിയച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ചോറ് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ എളാപ്പാക്ക് കുറച്ച് കൃഷി ഉണ്ട് കേട്ടോ. നമ്മൾ അടുക്കള തോട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയട്ടോ, ഓരോ പച്ചക്കറി ഉണ്ട് എന്നൊക്കെ. അപ്പോൾ പോകണം വിചാരിക്കും, പക്ഷേ പോകാനൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ചെന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിയ ബക്കറ്റിലും പാത്രത്തിലും ചാക്കിലും ഒക്കെ ആയിട്ട് മണ്ണ് നിറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാലും നല്ലതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് അത്രയ്ക്ക് ഇങ്ങോട്ട് പച്ചക്കറികൾ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. മറ്റേത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ തന്നെ കേട്ടോ അവർക്ക് കിട്ടിയിരുന്നത് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണാത്ത കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തേടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെ എന്താ പറയുക, കോളിഫ്ലവർ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നല്ലാതെ ക്യാപ്സിക്കം അങ്ങനെ മരത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയായിരുന്നു കണ്ടപ്പോൾ. പിന്നെ പച്ചമുളകുകൾ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കുറേ പറിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പഴുത്ത് നിന്നിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കോളിഫ്ലവർ അത് 2-3 ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേതൊക്കെ അവർ പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ രണ്ടാമത് ഉണ്ടാവുകയാണെന്നാണ് കേട്ടോ കുഞ്ഞാമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കണ്ടില്ലേ, ഇതിൽ കാണുന്നുണ്ടാവും വിചാരിക്കണം. മരത്തുമ്മ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ ക്യാപ്സിക്കം ഒക്കെ കണ്ടപ്പോൾ. അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കാണുന്നത് എന്തായാലും നല്ല ഒരു സംഭവം തന്നെ കേട്ടോ. നമുക്ക് കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. കണ്ടോ, കോളിഫ്ലവറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തൊക്കെ അവർ പൊട്ടിച്ചു എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത് ഉണ്ടാവുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ ഓരോ സംഭവങ്ങൾ കേട്ടോ. നമ്മൾ ഈ പഴയ ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ അല്ലേ, അതിലൊക്കെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ നിന്നിട്ട് എളാപ്പം അതിലിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ അകത്തേക്ക് തന്നെ പോന്നു. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ എന്താ പറയുക, നെയ്യപ്പം. അപ്പോൾ സൂപ്പറായിട്ട് നെയ്യപ്പം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഒരു ട്രേ നിറച്ച് നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ രാത്രി മന്തി ഓർഡർ ആക്കിയിട്ട് അതൊക്കെ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെയും ഓക്കെ, താങ്ക് യു.